കൃഷ്ണകുമാറിന്റെ ദൃശ്യങ്ങളാണ് ഹാഷ്മി വിജയകുമാർ ആയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നീരാട്ടു ഗണപതി ക്ഷേത്രത്തിൽ, നീരാട്ടു ഗണപതി ക്ഷേത്രം ഇത് തൊട്ട് മുൻവശത്ത് തന്നെ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ട് മുൻവശത്ത് തന്നെയാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട്. അവിടെയും ദർശനം നടത്തിയ ശേഷം മാത്രമേ അദ്ദേഹം പിന്നീട് കൽപ്പാത്തിയിലേക്ക് പോവുകയുള്ളൂ. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം 8 മണിയോടുകൂടി കൃത്യമായി BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ അദ്ദേഹം പല്ലശനയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ പുലർച്ചെ 3:30 മണിയോടുകൂടിയൊക്കെ ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൃഷ്ണകുമാർ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷയ്ക്ക് ആധാരം ഇടത് പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. രാവിലെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷം കാര്യമായ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കൃഷ്ണകുമാറും അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ഉറച്ച വിശ്വസിക്കുന്നത്. ഡോക്ടർ സരിൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സമയത്ത് BJP ക്യാമ്പ് പറയുന്നത് അത്രയധികം ആത്മവിശ്വാസം ഇടത് ക്യാമ്പിനും ഡോക്ടർ സരിനും ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ ആ വോട്ട് പിടിച്ചിട്ടുണ്ടാകും. കൃഷ്ണകുമാർ തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. ഗണപതിക്ക് നാളികേരം മുടച്ചുകൊണ്ട് അദ്ദേഹം വിഘ്നങ്ങൾ തീർക്കാൻ വേണ്ടിയൊക്കെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഗണപതിക്ക് നാളികേരം മുടക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആളുകളൊക്കെ കൃഷ്ണകുമാറിനെ, കാരണം കൃഷ്ണകുമാറിനെ ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് കൃഷ്ണകുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട യാതൊരു കാര്യവും നിലവിലെ സാഹചര്യത്തിലില്ല. വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെയൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹം വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇവിടെ സുപരിചിതനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്, ആദ്യ പ്രതികരണം. അതായത് ആദ്യ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ വിധി ദിനത്തിലെ ആദ്യ പ്രതികരണം കൃഷ്ണകുമാർ അല്പസമയത്തിനകം തന്നെ നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി ആയിരിക്കും മുതൽ തുടങ്ങിയ എത്ര കഷ്ണമായി ചിതറി ഇപ്പോ കൃഷ്ണകുമാർ അവിടെ എറിഞ്ഞ നാളികേരം ശ്രീത്ത് അത് നോക്കിയിട്ട് ഫലം പറയാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഞാനത് നോക്കിയില്ല. വിജയകുമാർ ചോദിക്കുകയായിരുന്നു എത്ര കഷ്ണമാണോ ഇരുട്ടേക്കാണോ. കൃഷ്ണകുമാറിന്റെ പ്രതികരണം അവിടുന്ന് തേടാവുന്നതാണ്. അദ്ദേഹം മുഴുവൻ മാധ്യമങ്ങളോടും പ്രതികരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു നാളികേരമൊക്കെ ഉടച്ച് തുടങ്ങി. ഗണപതിയെ താമരയോട് കൂടിയിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് പാലക്കാട്ട് താമര വിരിയും. ഇത് പക്ഷെ വിരിഞ്ഞിട്ടില്ല. ഇത് വിരിയും. സമയാവണല്ലേ ഉള്ളൂ, എണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ. സൂര്യൻ ഉദിക്കും, താമര വിരിയും. ഇതുകൊണ്ടാണ് പോകുന്നത്. അതെ, പാലക്കാട്ടെ വോട്ടർമാരുടെ നിശ്ചയം അതാണ്. ഇത്തവണ NDAക്ക് പാലക്കാട് നിന്നും കേരള നിയമസഭയിൽ MLA ഉണ്ടാവണമെന്നുള്ളൂ. അത് തീർച്ചയായിട്ടും ഇന്നുണ്ടാവും. അത് ഞങ്ങൾ വിജയിക്കുന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. കണ്ണാടി മാത്തൂരൊക്കെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ. കണ്ണാടിയും മാത്തൂരും പ്രായിരിയും 3 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. UDFനെ കഴിഞ്ഞ തവണ വിജയിക്കാൻ സഹായിച്ച ആ 3 പഞ്ചായത്തുകളിലും ഇത്തവണ UDF പുറകിൽ പോവും. ഞങ്ങൾ വലിയ മുന്നേറ്റം ആ 3 പഞ്ചായത്ത്. നഗരസഭയിൽ യാതൊരു സംശയമില്ല. ഇന്നലെ LDFന്റെ കാൻഡിഡേറ്റ് തന്നെ ഞങ്ങൾക്ക് പ്രവചിച്ചിരിക്കുന്ന ഭൂരിപക്ഷം 4000ആണ്. ഞങ്ങൾ 8000-ലധികം വോട്ടിന് പാലക്കാട് നഗരസഭാ പരിധിയിൽ, 8000 മുതൽ 10000 വോട്ടിന് വരെ പാലക്കാട് നഗരസഭാ പരിധിയിൽ ഞങ്ങൾ ലീഡ് ചെയ്യും. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അപ്പോഴും UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്, അവരുടെ ഓഫ് ദ റെക്കോർഡ് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വലിയൊരു സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന്, കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് BJPയെ ഭയപ്പെട്ട് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് BJPയോട് അത്തരത്തിലുള്ള ഒരു എതിർപ്പൊന്നും പാലക്കാടില്ല. നിങ്ങൾ ന്യൂനപക്ഷ മേഖലയിലെ വോട്ടിംഗ് പരിശോധിച്ചാൽ അറിയാം. 75% ആ നിലയിലാണ് വോട്ടിംഗ് നടന്നിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തില്ല. കൃഷ്ണകുമാറിനെയും BJPയും പാലക്കാട്ടത്തെ BJP നേതാക്കന്മാരെയും സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അവർക്ക് ആവശ്യങ്ങൾക്ക് ഓടിയെത്തുന്ന, അവരോടൊപ്പം നിന്ന ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വലിയൊരു വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കും. മുനമ്പം വിഷയം പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. മുനമ്പത്തെ 2 മുന്നണികളും സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം വോട്ട് ഇത്തവണ ഞങ്ങൾക്ക് ലഭിക്കും. 10 മണിയാകുമ്പോൾ ആഘോഷം തുടങ്ങും. 9 മണിക്ക് ശേഷം ഞങ്ങൾ കളർ ലഡ്ഡു ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലേ, അതെല്ലാം പ്രവർത്തകരെല്ലാം തയ്യാറാക്കി റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് UDFനുണ്ടായിരുന്ന കഴിഞ്ഞ 2 ടേം ഇവിടെ MLA ആയിരുന്ന ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് മത്സരിക്കുന്നത്.
അതിൻ്റെ പ്ലസ് പോയിന്റ് ഇത്തവണ UDF-ന് ഇല്ല. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. കോൺഗ്രസിനകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷൻ ഇത്തവണ ഉണ്ടായിട്ടില്ല. പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചിരുന്നത് 80-85% ലഭിച്ചിരുന്നത് UDF-നാണ്. ഇത്തവണ അത് അവർക്ക് ലഭിക്കില്ല. CPM-ൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ അവർക്കുണ്ടായിട്ടുള്ള സഹായം 3 പഞ്ചായത്തുകളിലും ലഭിച്ച UDF-നുള്ള സഹായം ഇത്തവണ ലഭിക്കില്ല. അങ്ങനെ നിരവധി മൈനസ് പോയിന്റുകളുണ്ട്. അതോടൊപ്പം തന്നെ പാതി വഴിയിൽ പാലക്കാട്ടുകാരെ ഉപേക്ഷിച്ചു പോയി, പാലക്കാട്ടുകാരെ വഞ്ചിച്ചു MLA എന്നുള്ള ചിന്ത വോട്ടർമാരുടെ ഇടയിലുണ്ട്. 13 വർഷം പാലക്കാടിൻ്റെ MLA ആയിരുന്നിട്ടും പാലക്കാടിനെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളത് പാലക്കാട് വോട്ടർമാരുടെ ഇടയിലുണ്ട്. ഇതെല്ലാം അവർക്ക് മൈനസും. ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ നഗരത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ NDA സർക്കാരും പാലക്കാടിന് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം വോട്ടർമാരുടെ കൺമുന്നിലുണ്ട്. ഹരിയാനയിൽ ഈ ആഘോഷം തുടങ്ങി നിർത്തിവെച്ചത് കണ്ടു. അതിനുശേഷം ഉണ്ടായതിനു ശേഷം പിന്നെ വീണ്ടും ആഘോഷങ്ങളിലേക്ക് വരുന്ന ഒക്കെ കാഴ്ച അത് കോൺഗ്രസിനുള്ള പാടാ. കോൺഗ്രസ്സുകാർ അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ വേണ്ട. അതാണ് എനിക്ക് കോൺഗ്രസ് ഹരിയാനയിൽ ആരംഭിച്ചത് കോൺഗ്രസ്സാണ് ആരംഭിച്ചത്. അപ്പോൾ കോൺഗ്രസ്സുകാരോട് ഒന്ന് പറയണം. അത് ഈ പടക്കൊക്കെ വിജയാഹ്ലാദ ഗാനം വരെ തയ്യാറായി അല്ല, ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ക്ഷമയുണ്ട്. ഞങ്ങൾ അവസാന നിമിഷം വരെ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നേ, ഈ കോൺഗ്രസ് പടക്കം തയ്യാറാക്കി വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് വിജയാഘോഷ ഗാനം വരെ പാട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലതാ. ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും അപ്പോഴേക്കും ചിലപ്പോൾ പ്രശ്നമില്ല. അത് വെയിലത്ത് വെച്ചാൽ പൊട്ടിക്കാൻ പറ്റും. ആ സമയത്ത് ഇന്ന് പൊട്ടിക്കേണ്ടി വരില്ല. ഇന്ന് പൊട്ടിക്കേണ്ടി വരില്ല. ജില്ലാ ഓഫീസിലാണ്, BJPയുടെ ജില്ലാ ഓഫീസ്. ഇല്ല, അത് ഇവർ ജില്ലാ ട്രഷറർ BJPയുടെ അദ്ദേഹമാണ് ഇലക്ഷൻ ഏജൻറ്റ്. അദ്ദേഹം കൗണ്ടിങ് സ്റ്റേഷനുണ്ടാവും. സാധാരണ ഞങ്ങൾ പോവാറില്ല. ഒരു നെഞ്ഞെടുപ്പില്ല. ഗണപതിയോട് പറഞ്ഞു. നീരാട്ട് ഗൗരിയോടും നീരാട്ട് ഗണപതിയൊക്കെ എല്ലാ രാവിലെ പ്രാർത്ഥനാപുരിത പ്രഭാതമാണ് പാലക്കാട്. സ്ഥാനാർത്ഥികളൊക്കെ ഹൃദയമുറി പ്രാർത്ഥിക്കുക.